മൈൻഡ് യുവർ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ കുറച്ച് എക്സസൈസസ് ആണ് നമ്മൾ നോക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് എക്സസൈസസ് ആണ്. അപ്പോൾ പ്രൊപ്പോസിഷൻ എന്താണെന്ന് നമ്മൾ കുറച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയായിരുന്നു. അപ്പോൾ ഈ കുറച്ച് ഈ എക്സസൈസസ് ഒക്കെ ഒന്ന് നോക്കാം, എങ്ങനെ ക്വസ്റ്റ്യൻ വരും എന്നുള്ളത് എക്സാമിന്. ഇൻ ദി ഫോളോയിങ് സെന്റൻസസ് പ്രൊപ്പോസിഷൻസ് ആർ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ വേർഡ്സ് ദ ഗവേൺ. അപ്പോൾ ഈ ഓരോ സെന്റൻസസിലും ഓരോ പ്രൊപ്പോസിഷൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം ആ അണ്ടർലൈൻ ഞാൻ ഇവിടെ ചെയ്തിട്ടില്ല. നമ്മൾ ആ ഒരു പ്രൊപ്പോസിഷൻ കണ്ടുപിടിച്ചിട്ട് അതിനെ ഗവേൺ ചെയ്യുന്ന വേർഡ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ആ പ്രൊപ്പോസിഷൻ ഏതുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, അപ്പം ആ പ്രൊപ്പോസിഷൻ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഗവേൺ ചെയ്തിരിക്കുന്നത് എന്താണെന്നുള്ളതും കൂടെ കണ്ടുപിടിക്കും. രണ്ട് കാര്യങ്ങൾ, പ്രൊപ്പോസിഷനും കണ്ടുപിടിക്കണം ആൻഡ് ദ വേർഡ്സ് ദാറ്റ് ദ ഗവേൺ അതും കൂടെ കണ്ടുപിടിക്കണം. ഒന്നാമത്തേത്, രമണി സാറ്റ് ഇൻ എ കോർണർ ഓഫ് ദി റൂം. രമണി സാറ്റ് ഇൻ എ കോർണർ ഓഫ് ദി റൂം. ഇപ്പോൾ ഒരു പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് ഇന്നാണ്. ഇന്നൊരു പ്രൊപ്പോസിഷനാണ്, ഓഫ് ഒരു പ്രൊപ്പോസിഷനാണ്. അപ്പോൾ ചോദ്യത്തിൽ ഇന്ന് മാത്രമേ അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളൂ, പക്ഷെ നമുക്ക് രണ്ടും കൂടെ കണ്ടുപിടിക്കാം. ഇന്നെന്ന് പറയുന്ന പ്രൊപ്പോസിഷനെ ഗവേൺ ചെയ്തിരിക്കുന്നത് എന്താണ്? ഇൻ എ കോർണർ. കോർണർ എന്ന് പറയുന്നതാണ് അവിടുത്തെ ഗവേൺ ചെയ്തിരിക്കുന്നത്. കോർണറിനെയാണ് ഇന്ന് എന്ന പ്രൊപ്പോസിഷൻ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഓഫ് എന്ന് പറയുന്നത് ഏതാണ്? ഓഫ് ദ റൂം. അപ്പോൾ ഓഫ് എന്ന് പറയുന്നത് ഗവേൺ ചെയ്തിരിക്കുന്ന റൂം എന്ന് പറയുന്നത് റൂമിനെയാണ്. അടുത്ത രണ്ടാമത്തെ സെന്റൻസ്, വിൽ യു കം ടു മൈ ഹൗസ്. ടു എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പ്രൊപ്പോസിഷൻ. മൈ ഹൗസ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഗവേൺ. അപ്പം ടു ഗവേൺസ് ഹൗസ് എന്ന് എഴുതുക. മൂന്നാമത്തേത്, ഇൻ ടു ദ സ്ട്രീറ്റ് ദ പൈപ്പർ സ്റ്റെപ്ഡ്. പൈപ്പർ സ്റ്റെപ്ഡ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നെയിമാണ്. ഒരു സ്റ്റെപ്ഡ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പോൾ ഇൻ ടു ദ സ്ട്രീറ്റ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഇൻ ടു ആണ് പ്രൊപ്പോസിഷൻ, ദ സ്ട്രീറ്റ് എന്ന് പറയുന്നതാണ് ഗവേൺ ചെയ്യുന്ന വസ്തു. അപ്പോൾ ഇൻ ടു ദ സ്ട്രീറ്റ്, ഇൻ ടു സൂചിപ്പിക്കുന്നത് ദ സ്ട്രീറ്റിനെയാണ്. മൈ ഫാദർ വർക്ക്സ് ഫ്രം മോർണിംഗ് ടിൽ നൈറ്റ്. ഫ്രം എന്ന് പറയുന്നത് പ്രൊപ്പോസിഷനാണ്, മോർണിംഗ് എന്ന് പറയുന്നതാണ്. ഫ്രം ഗവേൺസ് മോർണിംഗ് എന്ന് എഴുതുക. ടിൽ നൈറ്റ്, ടിൽ എന്ന് പറയുന്നത് ഒരു പ്രൊപ്പോസിഷനാണ്, രാത്രി വരെ. എൻ്റെ അച്ഛൻ രാവിലെ തൊട്ട് രാത്രി വരെ ജോലി എടുക്കുകയാണ്. അപ്പോൾ ടിൽ നൈറ്റ് എന്ന് പറയുന്നത്, ടിൽ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ്റെ കൂടെ ഗവേൺ ചെയ്യുന്ന വേർഡ് അതാണ്, നൈറ്റ്. ഹി ഗോസ് ടു ചർച്ച് ഓൺ സൺഡേസ്. ഓൺ ഉണ്ട്, അതുപോലെ തന്നെ ടു ഉണ്ട്. ടു ഗവേൺ ചെയ്യുന്ന വേർഡ് എന്ന് പറയുന്നത് ചർച്ച്, ഓൺ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ ഗവേൺ ചെയ്യുന്നത് സൺഡേ. ദി ജ്യൂസ് ഓഫ് ദി മാംഗോ. ഓഫ് എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ ദി മാംഗോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാംഗോ എന്ന് പറയുന്ന വേർഡിനെയാണ് ഗവേൺ ചെയ്യുന്നത്. ടു ഡ്രിങ്ക് എന്ന് പറയുന്നതിൻ്റെ അകത്ത് ടു എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ ഗവേൺ ചെയ്യുന്നത് ഡ്രിങ്ക് എന്ന് പറയുന്ന വേർഡിനെയാണ്. അടുത്ത് നോക്കാം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ പ്രിപ്പോസിഷൻസ്. നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊപ്പോസിഷൻസ് അവിടെ ഫില്ല് ചെയ്യുക. അപ്പം ഇതിൽ നമ്മൾ പ്രൊപ്പോസിഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാത്ത സിൻസ് വരുന്നുണ്ട്, ബിറ്റ്വീൻ വരുന്നുണ്ട്. സിൻസ് എന്ന് പറഞ്ഞാൽ അവിടെ തൊട്ട് ഇന്ന് വരെ എന്നുള്ളൊരു അർത്ഥമാണ് സിൻസ് വരുന്നത്. അതുപോലെ തന്നെ പിന്നെ വരുന്നത് ബിറ്റ്വീൻ, ഒരു സമയത്തിന്റെ ഒരു സമയം തൊട്ട് ഇന്ന സമയം വരെ. ഇൻ ബിറ്റ്വീൻ 4 o'clock and 5 o'clock I will meet her. ഞാൻ അവളെ ഒരു 4 മണിക്കും 5 മണിക്കും ഇടയ്ക്കുള്ള സമയങ്ങളിൽ കണ്ടോളാം. അല്ലെങ്കിൽ അന്നേരം ഒരു ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കുള്ള സമയം, അതിൻ്റെ ഇടയിൽ, അതാണ് ബിറ്റ്വീൻ എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു സെന്റൻസ് നോക്കാം. The portrait was painted dash a famous artist who flourished dash the 16th century. The portrait was painted by, പെയിന്റ് ചെയ്ത ആരാണ്? എ ഫേമസ് ആർട്ടിസ്റ്റ് ഹു ഫ്ലറിഷ്ഡ് ഇൻ ദി 16th century. ഇൻ ദി, ഒരു സെഞ്ചുറി പറയുന്നത് ഇന്നാണ് അവിടെ. ഹി വാസ്, ഇത് നിങ്ങൾക്ക് മാക്സിമം എഴുതാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹി വാസ് കിൽഡ് എ റോബർ ഡാഷ് എ ഹാച്ചറ്റ്. ഹാച്ചറ്റ് എന്ന് പറഞ്ഞാൽ കോടാലി. ഹി വാസ് കിൽഡ് ബൈ എ റോബർ. ഒരു റോബറാൽ അവൻ കൊല്ലപ്പെട്ടു. എന്ത് വെച്ചാണ്? ബൈ യൂസിങ് ബൈ എ ഹാച്ചറ്റ്. ബൈയും ബൈ എ റോബർ വിത്ത് എ ഹാച്ചറ്റ്, അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ബൈയും ആദ്യം വരിക, രണ്ടാമത്തേതിൽ വിത്ത് വരിക. ദ ഡെക്കാൻ ക്യൂൻ ഇസ് ആൻ എക്സ്പ്രസ് ട്രെയിൻ വിച്ച് റൺസ് ഡാഷ് ബോംബെ ആൻഡ് പൂനെ ഡാഷ് 3 hours ടൈം. അപ്പൊ അവിടെ എന്താണ്? ബിറ്റ്വീൻ, ഒരു ട്രെയിൻ യാത്ര ചെയ്യുന്ന രണ്ട് സ്ഥലങ്ങളുടെ ഇടയിലുള്ള ആ ഒരു റെയിൽപാളത്തിൽ കൂടെ ബോംബെക്കും പൂനെക്കും ഇടയിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഡെക്കാൻ ക്യൂവിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ബിറ്റ്വീൻ ആണ് വരുന്നത്. ബിറ്റ്വീൻ ബോംബെ ആൻഡ് പൂനെ ഇൻ 3 hours ടൈം. ഇൻ 3 hours ടൈം.
അടുത്തത് 4. The collector will interview the candidates dash 9 and 11 a.m. Between 9 and 11 a.m. I have been studying here. എന്താണ് ഞാനിവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ലാസ്റ്റ് ഇയർ തൊട്ട് ഞാനിവിടെ പഠിക്കാൻ അതാണ് സിൻസ് ലാസ്റ്റ് ഇയർ. 6. ഹി ഏൺസ് ഹിസ് ലീവിങ്. അവൻ്റെ ജീവിതമാർഗം കണ്ടെത്തുന്നത് ഡാഷ് വർക്കിംഗ് ഡാഷ് അറ്റ് എ ഫാക്ടറി. അപ്പം he earns his living by working in a factory. The Congress session will be held dash Monday to Friday. The Congress session will be held from Monday മുതൽ വെള്ളി വരെ എന്നുള്ളത്. അപ്പോൾ ഫ്രം ആണ് വരുന്നത്. ഫ്രം മൺഡേ മുതൽ എന്നുള്ളത്. പ്ലീസ് ഡു നോട്ട് ടോക്ക് ഡാഷ് സച്ച് പെയിൻഫുൾ തിങ്സ്. പ്ലീസ് ഡു നോട്ട് ടോക്ക് എന്തിനെക്കുറിച്ചാണ് സംസാരിക്കരുത് എന്ന് പറയുന്നത് സച്ച് പെയിൻഫുൾ തിങ്സ്, വിഷമിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ എബൌട്ട് സച്ച്. ഡു യു ഒബ്ജക്റ്റ് മൈ ഓപ്പണിംഗ് ദ വിൻഡോ. ഡു യു ഒബ്ജക്റ്റ്, ഞാൻ ഈ ജനൽ തുറക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ അവിടെ എന്താണ്? ഡു യു ഒബ്ജക്റ്റ് ടു മൈ ഓപ്പണിംഗ് ദ വിൻഡോ. ഡു യു ഒബ്ജക്റ്റ് ടു മൈ ഓപ്പണിംഗ് ദ വിൻഡോ എന്ന് വരും. അപ്പോൾ ആ വിൻഡോയെ കുറിച്ചാണ്. അപ്പോൾ ടു എന്നുള്ളതാണ് അവിടെ വരുന്ന പ്രപ്പോസിഷൻ എന്ന് പറയും. അടുത്തത് 10th. ഇൻ നോർത്ത് ഇന്ത്യ ടീ ഈസ് പ്രിഫേർഡ്. ഇൻ നോർത്ത് ഇന്ത്യ ടീ ഈസ് പ്രിഫേർഡ് ദാൻ കോഫി. നോർത്ത് ഇന്ത്യയിൽ സാധാരണ ആളുകൾ ചായക്കാലും കോഫിയെക്കാളും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ചായയാണ്. ഐ ആം ഗ്രേറ്റ്ലി വെക്സ്ഡ് ഹിം. വെക്സ്ഡ് എന്ന് പറഞ്ഞാൽ ദേഷ്യം വരിക. ഐ ആം ഗ്രേറ്റ്ലി വെക്സ്ഡ് വിത്ത് ഹിം. ഞാൻ അവനുമായിട്ട് കട്ട ദേഷ്യത്തിലാണെന്ന് പറയുന്നു. ഐ ആം ഗ്രേറ്റ്ലി വെക്സ്ഡ് ഡാഷ് ഹിസ് ബിഹേവിയർ. അവൻ്റെ സ്വഭാവം എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നതാണ് ഐ ആം ഗ്രേറ്റ്ലി വെക്സ്ഡ് അറ്റ് ഹിസ് ബിഹേവിയർ. ബിഹേവിയറിനെ സൂചിപ്പിക്കാൻ നമ്മൾ അവിടെ അറ്റാണ് അവിടെ വരുന്നത്. അപ്പം വിത്ത് ഹിം, അവൻ്റെ കൂടെ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവം എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അവിടെ അറ്റാണ് വരുന്നത്. അപ്പം അവനോട് എനിക്ക് ദേഷ്യമാണ്. സോ അവൻ്റെ സ്വഭാവത്തിനെ കുറിച്ച് അവിടെ പറയുന്നില്ല. അപ്പം 11ാമത്തെ സെന്റൻസിൽ അവനോട് എനിക്ക് ദേഷ്യമാണ് എന്ന് പറയുമ്പം അവനോട് കൂടെ അല്ലെ ആ ഒരു അർത്ഥം വരുന്നത് വിത്താണ്. 13. ഷീ ഈസ് സസ്പീഷ്യസ് ഡാഷ് എവരി വൺ കംസ് ടു ഹെർ ഹൗസ്. അവൾക്ക് അവളുടെ വീട്ടിലേക്ക് വരുന്നവരെ എല്ലാവരെയും സംശയമാണ്. ഷീ ഈസ് സസ്പീഷ്യസ് ഡാഷ് എവരി വൺ. എവരി വണ്ണിന്റെ സ്പെല്ലിംഗ് തെറ്റാണ്, അതൊന്ന് വി ഇല്ല ഇവിടെ. അപ്പം ഷീ ഈസ് സസ്പീഷ്യസ് ഓഫ് എവരി വൺ. 14. ഐ കോൾഡ് ദ ഡോക്ടേഴ്സ് ഹൗസ്. അവിടെ ഒരു സ്പെല്ലിംഗ് വന്നു. ഐ കോൾഡ് അറ്റ് ദി ഡോക്ടേഴ്സ് ഹൗസ്. എന്നെ ഡോക്ടർ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐ കോൾഡ് അറ്റ് ദ ഡോക്ടേഴ്സ് ഹൗസ്. അത് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ ചെല്ലേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഐ കോൾഡ് അറ്റ് ദി ഡോക്ടേഴ്സ് ഹൗസ് ആണ് വരുന്നത്. ഓൺ എന്നൊന്നും പറഞ്ഞൊന്നും എഴുതിയേക്കരുത്. ഐ കോൾഡ് ഇൻ ദി ഡോക്ടേഴ്സ് ഹൗസ് ഒന്നും അല്ല. ഐ കോൾഡ് അറ്റ് ദി ഡോക്ടേഴ്സ് ഹൗസ്. അവിടെ നമുക്ക് ആ സ്ഥലം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എവിടെയാ ചെല്ലേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഐ കോൾഡ് അറ്റ് ആണ് അവിടെ വരേണ്ടത്. He insisted dash on he insisted dash my giving a reply. അപ്പോൾ he insisted dash my giving a reply എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് വരുന്നത്? he insisted on my giving a reply. അപ്പം he insisted, അവൻ എന്നെ ഏത് സമയവും ഫോഴ്സ്ഫുള്ളി അവൻ എനിക്ക് ഒരു റിപ്ലൈ തരാൻ അവൻ എന്നോട് ഏത് സമയം പറയുമായിരുന്നു. അല്ലെങ്കിൽ അവൻ എന്നെ ഏത് സമയം ഇൻസിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ ശരിക്കുമുള്ള മലയാളം ബലമായി മലയാളം എന്താണ്? ഫോഴ്സ്ഫുള്ളി ഒരു കാര്യം ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നതാണ്. നിർബന്ധിക്കുക, അത് തന്നെ. ഇൻസിസ്റ്റ് ചെയ്യുക. അവന് റിപ്ലൈ കൊടുക്കാൻ അവൻ എന്നും നിർബന്ധിക്കുമായിരുന്നു. അപ്പൊ ഹി ഇൻസിസ്റ്റഡ് ഓൺ മൈ ഗീവിങ് എ റിപ്ലൈ എന്നാണ് അവിടെ വരുന്നത്. അപ്പൊ അവിടെ ഇത്രയും പ്രൊപ്പോസിഷൻസ് ആണ് നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ ഈ ഒരു പ്രൊപ്പോസിഷൻ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. താങ്ക് യു.